എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി എല്ലാവരുടെയും വേദനയായി മിഥുൻ മടങ്ങുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സംസ്കാരം ഉണ്ടാകും. മഴയാണ്, എല്ലായിടങ്ങളിലും മഴയാണ് നാട്ടിൽ. അവിടെയും തേവലക്കരയിലും മുളന്തറയിലും മഴയുടെ കാലാവസ്ഥ അങ്ങനെയാകുന്നുണ്ട്. കാറുണ്ട്, കാർമേഘമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാരം നേരത്തെയാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നേരത്തെ സ്കൂളിൽ പൊതുദർശനം കഴിഞ്ഞ് വിലാപയാത്രയായി വീട്ടിലേക്ക് വരുമ്പോഴും ചെറുതായി മഴ പെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സംസ്കാരം നേരത്തെയാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ താങ്ങാനാകാത്ത വേദനയിലാണ് നാടാകെയും ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. കേട്ടവരും അറിഞ്ഞവരുമൊക്കെ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ നിര ഇപ്പോഴും പുറത്ത് കുഞ്ഞിനെ അവസാനമായി നോക്കി കാണാനായി എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ മിഥുൻ്റെ സംസ്കാരം നേരത്തെയാക്കുന്നതിലും ചില സംശയങ്ങളൊക്കെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. കൂടുതൽ ജനപ്രതിനിധികളൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട്, വന്നു പോകുന്നുണ്ട്. മന്ത്രിമാരൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. നേരത്തെ KC വേണുഗോപാൽ ACC ജനറൽ സെക്രട്ടറി എത്തിയിരുന്നു. കൊടുക്കുന്നത് സുരേഷ് MP കുറേ നേരമായി അദ്ദേഹം അവിടെ തന്നെയുണ്ട്. MLA കോവൂർ കുഞ്ഞുമോൻ സ്ഥലത്ത് തന്നെ അദ്ദേഹവുമുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകളൊക്കെ ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പ്രതീക്ഷയുമായിരുന്നു, അവരുടെ ഭാവിയായിരുന്നു, അവരുടെ നാളെയായിരുന്നു ആ മകൻ. അതെല്ലാം തച്ചുടയ്ക്കും വണ്ണമാണ്, അല്ലെങ്കിൽ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതായി പോകും വണ്ണമാണ് മിഥുൻ്റെ മരണം സംഭവിച്ചത്. അതിന് പിന്നിൽ എന്താണ് ഉണ്ടായതെന്ന് അന്വേഷിച്ച് പോകുന്നിടത്താണ് നമ്മുടെ സംവിധാനമാണ്, ഒരു പക്ഷേ സിസ്റ്റമാണ് കൊലപാതകയുടെ റോൾ എടുത്തണിയുന്ന രീതിയിലേക്ക് നമ്മുടെ സിസ്റ്റം എത്തി നിൽക്കുന്ന കാഴ്ചയാണ്. വിവിധ വകുപ്പുകളുടെ വീഴ്ചയാണ്. കുറ്റസമ്മതം നടത്തിയെങ്കിൽ പോലും വിവിധ വകുപ്പുകളുടെ വീഴ്ചയാണ് വളരെ വ്യക്തമായി പ്രകടമായി കാണുന്നത്. കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു അങ്ങനെ സഹിക്കുക. തള്ള വരുമ്പോ എന്തോ അറിയാമോ ഇവര് എങ്കിൽ പോലും ഒന്ന് കാണാൻ വേണ്ടി വന്നാലെയോ? നേരത്തെയുള്ളൊരു പ്രതികരണമാണ് കണ്ടത്. നെഞ്ചു പൊട്ടി വിലപിക്കുകയാണ് അമ്മമാർ, അധ്യാപികമാർ. അത്രമേൽ വലിയൊരു നോവാണ് നമുക്കെല്ലാവർക്കും. മിഥുൻ എന്ന 8ാം ക്ലാസ്സുകാരൻ, 13 വയസ്സുകാരൻ, ഒരു സ്കൂളിൽ ദീർഘദൂരം ഒരു 3 ഫേസ് ലൈൻ കടന്നു പോവുക, ഇത്രയും കാലമായിട്ടും അക്കാര്യത്തിലൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുക, ആ 3 ഫേസ് ലൈൻ അപകടകരമായി കടന്നു പോകുമ്പോൾ അതിൻ്റെ കീഴെ തകര ഷീറ്റിട്ട് മറ്റൊരു ഷെഡ് പണിയുക, ആ ഷെഡിൽ മുട്ടിയില്ല എന്ന നിലയിൽ ഈ ലൈൻ കമ്പി താഴ്ന്നെത്തുക, അപകടകരമായ, ഇതിനേക്കാൾ വലിയ അപകടം ഒരു പക്ഷേ അവിടെ ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ മിഥുൻ ചെരുപ്പെടുക്കാൻ മുകളിൽ കയറിയപ്പോൾ ഉണ്ടായ അപകടമാണ് എന്ന് ഒരു ന്യായവാദമായി സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ നേരത്തെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇതിനേക്കാൾ വലിയ അപകടം ഒരു പക്ഷേ സംഭവിക്കുമായിരുന്നു. ഈ അപകടം നടക്കുമ്പോഴും ഈ തകരഷീറ്റിന് താഴെ കുട്ടികളുണ്ടായിരുന്നു. അവർ ഭയപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ അവിടെ നിന്ന് പതുക്കെ മാറുന്നതൊക്കെ നമ്മൾ ഇന്നലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വലിയ ദുരന്തമായി മാറുമായിരുന്നു. ഈ അപകടകരമായ സാഹചര്യം ഈ അടുത്താണെങ്കിൽ പോലും KCB ചൂണ്ടിക്കാണിച്ചു. പക്ഷേ സ്കൂൾ അധികൃതർ അക്കാര്യത്തിൽ പോസിറ്റീവായൊരു സമീപനം സ്വീകരിച്ചില്ല എന്നതാണ് വ്യക്തമാകുന്നത്. വലിയ വീഴ്ചയാണ് സ്കൂളിൻ്റെ ഭാഗത്തുണ്ടായത്, സ്കൂൾ PTA ഭാഗത്തുണ്ടായത്, മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായത്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായത്, പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായത്, KCBയുടെ ഭാഗത്തുണ്ടായത്. ഈ വീഴ്ചകളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലുമായി വളർന്നു വരുന്ന ഒരു മകനെ അവർക്ക് നഷ്ടമായത്. ആ ചെറിയ വീടിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം വലിയ സങ്കടമാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ. നാടൊന്നാകെ പൊട്ടിക്കറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തീർത്തും വേദനിപ്പിക്കുന്ന അവസ്ഥ, തീർത്തും സങ്കടകരമായിട്ടുള്ള ആ വിലാപം നമ്മുടെ കാതുകളിലൊക്കെ വീണ്ടും മുഴങ്ങിക്കേൾക്കും എണ്ണത്തിലാണ്. ഇപ്പോൾ ഈ സംസ്കാരത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത, അപ്പോൾ ആളുകൾ ഇനിയും കാണാനില്ലേ എന്നാണ് വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. അത്രമാത്രം തിരക്കാണ്, അത്രമാത്രം ആളുകളുണ്ട്. ഇതിനെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഇങ്ങനൊരു അപകടം സ്കൂളിൽ വെച്ചുണ്ടാകുമ്പോൾ, ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ വിദ്യാലയത്തിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും
അച്ഛനമ്മമാർക്കൊക്കെയും അത് അവരുടെ മക്കളാണെങ്കിൽ അവരുടെ സഹോദരങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തോന്നലുകളിലൊക്കെ ഈ വേദനയുടെ ആഴം എത്രത്തോളമാണെന്നുള്ളത് ചിന്തിക്കാനാവുന്നതാണ്. അങ്ങനെയൊക്കെ കേട്ടറിഞ്ഞൊക്കെ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മിഥുനെ സംസ്കരിക്കാനായി വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുന്നത്. അവിടെ ആ ക്രമീകരണങ്ങളൊക്കെ അന്തിമഘട്ടത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. 5 മണിക്ക് മുൻപ് തന്നെ സംസ്കാരം ഉണ്ടാകാനുള്ള സാധ്യതയെന്നാണ് പറയുന്നത്. മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. കാലാവസ്ഥ അത്ര അനുകൂലമായിരിക്കുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ സംസ്കാരം നേരത്തെയാക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. മാത്രവുമല്ല 3 ദിവസമായി മരണം സംഭവിച്ചിട്ട് അമ്മ വിദേശത്തായിരുന്നു. ജോലിക്ക് വേണ്ടി പോയ അമ്മയായിരുന്നു. മക്കളെ പോറ്റാൻ, കുടുംബത്തെ നോക്കാൻ പോയ അമ്മയാണ്. അമ്മയെ കാത്തിരുന്നതാണ്. അമ്മയുടെ തിരിച്ചുവരവിൽ അമ്മ ഇന്നാണ് എത്തിച്ചേർന്നത്. പക്ഷെ അപ്പോഴും ആളുകളുണ്ട്. ആളുകൾ ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായിരിക്കാം ഒരു പക്ഷേ കാലതാമസം വീണ്ടും ഉണ്ടാകുന്നത്. ഒരു നാടാകെ നെഞ്ചുപൊട്ടി വിലപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടുകൊണ്ടിരിക്കുക നമുക്കും അത്രമേൽ ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാഴ്ചകളാണ്. സങ്കട കടലായി തേവലക്കര ഗ്രാമം ഒന്നാകെ മാറുന്ന അവസ്ഥ.